രാവിലെ വൈകിട്ടോ നമുക്കത് ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അപ്പമാവൊക്കെ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും അതുപോലെ തന്നെ വൈകിട്ട് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നെൻ്റെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ തലേ ദിവസമൊക്കെ ബാക്കി വന്ന അപ്പമാവിൻ്റെയും ദോശമാവിൻ്റെയും ഒക്കെ ബാക്കി ബാലൻസ് വന്ന മാവുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ മാവ് പുളിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ടിപ്പിന് ആദ്യം പറഞ്ഞുതരാം. ആ മാവിലേക്ക് നമ്മളൊരു ചിരട്ട ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അത് ചളായി പുളിച്ച് പോകത്തില്ല, അഴുക്കായി പോത്തുമില്ല. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ആ കുറച്ച് മാവുകൾ അതിനാവശ്യമുള്ള ശർക്കര ഞാൻ ഇവിടെ ഒന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചെന്നെ എടുത്തിട്ടുള്ളൂ. കറക്റ്റ് കണക്ക് നമുക്കൊരു മധുരത്തിൻ്റെ ഒരു കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള മധുരം എടുക്കാൻ ഒരു ഉണ്ടയിൽ ശർക്കര ഉണ്ടയിൽ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തൊന്നെടുത്ത് അത് വറുത്തുകൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കാര്യം. നമ്മൾ ഉണ്ണിയപ്പം പോലെയാണ് ഇതുണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ ആ ഉണ്ണിയപ്പത്തിന് നമ്മൾ പഴവും ഇതൊക്കെ ചെയ്ത് വേറൊരു രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിലും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അപ്പമാവിലൊക്കെ നമുക്ക് ബാലൻസ് വരുന്നതിൽ അപ്പമാവിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഴം കൂടെ ചേർക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ ഞാൻ പഴമൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ മാവിലേക്ക് ഞാൻ ശർക്കര നരിച്ച് ഒഴിച്ചതിന് ശേഷം ചെറിയ ചൂടോടെ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തില്ലേ അത് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം കേട്ടോ. നമ്മൾ ഇതിനകത്ത് നേരത്തെ അപ്പത്തിൻ്റെ ഇതിനകത്ത് നമ്മളെല്ലാം എല്ലാം ചേർത്തിട്ടായിരിക്കുമല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇനി പ്രത്യേകിച്ച് പുളിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി നമുക്ക് ഇത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്കൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാവേ. ഇത് നല്ലപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യോ ഓയിലോ നിങ്ങൾക്ക് എന്താണോ വീട്ടിലുള്ള അത് നിങ്ങൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരിക്കലും തുളുമ്പി ഒഴിച്ച് കൊടുക്കല്, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഈ ഒരു മാവ് ഒരു ചെറിയൊരു കുടുവൻ തവിയാണ് എടുത്തിരിക്കുന്നത്. ആ തവിക്കനുസരിച്ച് അതിൻ്റെ 1/4 ഭാഗം വരെയാണ് ഞാനിത് ഈ കുഴിക്കൊരു 1/4 ഭാഗം വരെയാണ്, അല്ലെങ്കിൽ 1/2 ഭാഗം വരെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ബോൾ പോലെ പൊങ്ങി വരും. ഇങ്ങനെ ഒത്തിരി നിറച്ചൊഴിച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് പൊങ്ങിയിട്ട് വെന്ത് പൊങ്ങുമ്പോഴത്തേക്കും മുരിഞ്ഞല്ല പൊങ്ങുമ്പോൾ അത് ഫുള്ള് ചാടി നിരന്ന് പോകും. അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഗ്യാസ് അടുപ്പിൽ നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നടുഭാഗത്തെ ആ ഉണ്ണിയപ്പം കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്ന് ഫ്ലെയിമൊക്കെ കുറച്ചും കൂട്ടിയും നിങ്ങൾ അതിനനുസരിച്ച് വെക്കാവുള്ളൂ. ഇതേ രീതിയിൽ ഇപ്പോൾ കണ്ടിട്ട് ഒരു ഉണ്ണിയപ്പം നടുഭാഗത്ത് ഉണ്ണിയപ്പം ചെറുതായിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയും കണ്ടും വേണം നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഞാൻ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരപ്പം ഇത് നിങ്ങൾക്കിപ്പോൾ മധുരത്തിനോട് താല്പര്യം ഇല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മാവിലേക്ക് കുറച്ച് ക്യാരറ്റ്, അതുപോലെ പച്ചമുളക്, സവോളയൊക്കെ ഒന്ന് കുത്തി അരിഞ്ഞിട്ടിട്ട് അത് ഇതുപോലെ ഒരു അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കുക. ചട്നിയുടെ തക്കാളി ചട്നിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന ബാലൻസ് മാവും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് കോരി ഒഴിച്ച് ഞാനിവിടെ മുരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് ഉണ്ണിയപ്പം കഴിക്കുന്ന പോലെ തന്നെ ആ മധുരത്തിൽ കഴിക്കാൻ 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അത് നമുക്ക് നമ്മുടെ ദോശമാവിലും അപ്പമാവിലും ഒക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ബാക്കി വന്ന മാവുകളൊന്നും ആരും കളയരുത്. ഇതിനായിട്ട് ഫ്രഷായിട്ട് മാവ് അരയ്ക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിൽ എന്താണേലും അപ്പത്തിൻ്റെ മാവും ദോശയുടെ മാവും ഒക്കെ മിച്ചം കാണും. അപ്പോൾ അതിൽ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്ത് ടേസ്റ്റായിരുന്നു അറിയോ? ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾ പിന്നെയും ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. പിന്നെയും ഉണ്ടാക്കി കൊടുക്കാൻ പറയും. അത്ര ടേസ്റ്റാണ് ഇതിനൊക്കെ. ഇതിൽ നമ്മൾ പച്ചമുളകും അതുപോലെ സവോളയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ 2 രീതിയിൽ നല്ലതാണ്. പിന്നെ ഒരൊറ്റ രീതി ഇവിടെ ഉണ്ടായി കാണിക്കുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ആ ഒരു രീതിയും കൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ എടുത്ത വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല ചൂടോട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കാം. കണ്ടില്ല, ഒരുപാട് നാരായിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത് കേട്ടോ.
അടിപൊളി ടേസ്റ്റാണ്, അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴത്തേക്ക് ഇങ്ങനത്തെ മാവൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്ക് പോലും ഇഷ്ടപ്പെടും. ഇപ്പോൾ ചട്നിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തു നോക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളും റെസിപ്പികളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.